സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജാഥയാണ് കൊല്ലം ജില്ലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ജാഥ കേരളത്തിലെ മലയോര മേഖലയിലുള്ള കർഷകരുടെ ജീവിത പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു ജൈത്രയാത്രയായി പരിണമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് കടന്നു വന്ന വഴികളിൽ ധാരാളമായി ആളുകൾ വന്ന് പരാതികൾ സമർപ്പിക്കുകയും അവരുടെ ആവലാതികൾ ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. ഈ അലിമുക്കിലെ യോഗത്തിന് മുമ്പ് ഞാൻ കണ്ണൂരിലെ 12 പാവപ്പെട്ട ജനങ്ങളെ ആന ചവിട്ടിക്കൊന്ന ആറളം എന്ന സ്ഥലത്ത് പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതാണ്. ഇതുപോലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളും കർഷകരും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ പത്തനാപുരത്തെ ഈ അലിമുക്കിൽ എത്തിയിട്ടുള്ളത്. കേരളത്തിലെ കർഷകർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. ഈ ഗവൺമെന്റ് ഇത്രയും നിഷ്ക്രിയമായ നിലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ദൈനംദിനം ആളുകൾ കാട്ടാന ചവിട്ടിയും പുലി കടിച്ചും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ വയനാട്ടിലായിരുന്നു. വയനാട്ടിൽ രാധ എന്ന് പറയുന്ന കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കാൻ പോയ ഒരു സ്ത്രീയെ പുലി കടിച്ചു കൊന്ന അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. രാവിലെ ഭർത്താവ് സ്കൂട്ടറിൽ ഭാര്യയെ കൊണ്ടുവന്ന് കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വിട്ടതാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന സന്ദേശം രാധയെ പുലി കടിച്ചു കൊന്നു എന്നുള്ളതാണ്. ശരീരത്തിൽ നിന്ന് ശിരസ് വേർപെട്ട് കിടക്കുന്ന അവരുടെ ദയനീയമായ ചിത്രമാണ് ആ നാട്ടിലെ ജനങ്ങൾ കണ്ടത്. അവർക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് താൽക്കാലിക 2 മക്കളാണുള്ളത്. ഗവൺമെന്റ് മരണമുണ്ടായാൽ 10 ലക്ഷം രൂപ കൊടുക്കുന്നതോടെ അവരുടെ ബാധ്യത തീരുന്നതായി നമ്മൾ കാണുന്നു. ഇന്നലെ അവരുടെ വേദനകളും ദുഃഖങ്ങളും എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു പ്രയാസവും വിഷമവുമാണ് എനിക്ക് തോന്നിയത്. ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ വയനാട്ടിൽ പോയിട്ടുണ്ട്. തോമസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ വയലിൽ പോയപ്പോഴാണ് പുലി വന്ന് അടിച്ച് ആ പാവത്തിനെ കൊന്ന കേൾപ്പിച്ചത്. തോമസിനെ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനിടയിൽ ആ തോമസ് മരിച്ചു. നമ്മുടെ മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ്, തുടക്കം കുറിച്ചതാണ്. പക്ഷേ ഇതുവരെ ഒരു മെഡിക്കൽ കോളേജായി അത് മാറിയിട്ടില്ല. അവിടെ ചെല്ലുന്ന ആളുകൾ മരിക്കുന്നു, അവിടുന്ന് ആളുകളെ ജില്ലാ ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വയനാട്ടിൽ എത്രയോ പാവപ്പെട്ട ജനങ്ങളാണ് കടുവ തിന്നും ആന ചവിട്ടിയും കൊലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമാണ് ഇടുക്കിയിൽ ഈ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ കടന്നു വന്ന വഴികളിലെല്ലാം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ ചവിട്ടിക്കൊന്ന എത്രയോ വേദനാജനകമായ അനുഭവങ്ങളാണ് ആളുകൾക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല? വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ എന്നുള്ളതാണ് കർഷകന്റെ മുദ്രാവാക്യം.
ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന കർഷകൻ മണ്ണിൽ പണിയെടുത്ത് കനകം വിളയിക്കുന്നവരാണ്. അവന്റെ രക്തം വിയർപ്പാക്കി നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിൽ ജനങ്ങളെ അവിടെ കൊണ്ട് പാർപ്പിക്കുകയായിരുന്നു. പട്ടംതാണ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തിരുവിതാംകൂറിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോയി ഇടുക്കി ജില്ലയിൽ പാർപ്പിച്ചത്. കോട്ടയം പോലുള്ള ജില്ലകളിൽ നിന്ന് അവിടെ ആളുകളെ കൊണ്ട് പാർപ്പിച്ചു. വന്യജീവികളോട് ഏറ്റുമുട്ടി, അതോടൊപ്പം തന്നെ ഏറ്റവും കഠിനമായ തണുപ്പും ചൂടും സഹിച്ച് കഷ്ടപ്പെട്ട് അവിടെ പൊന്നു വിളയിക്കാൻ പോയ കർഷകൻ ഇന്ന് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും മലയോര മേഖലകളിലാണെങ്കിലും പാവപ്പെട്ട ഈ കർഷകന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ല. ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലല്ല ഇവിടെ. സർക്കാരിന്റെ അലംഭാവം കൊണ്ട് ജീവിതം നഷ്ടപ്പെടുന്ന പാവപ്പെട്ടവന്റെ കഥകളാണ് ഓരോ ദിവസവും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ഗവൺമെന്റ്? കർണാടക ഗവൺമെന്റ് വനാതിർത്തികളിൽ കൂറ്റൻ മതിലുകൾ പണിഞ്ഞ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ സംരക്ഷിക്കുന്നു. കർണാടകത്തിലെ ഗവൺമെന്റ് തമിഴ്നാട്ടിലെ ഗവൺമെന്റും വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും അകത്തു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ വനം വകുപ്പ് മന്ത്രി എന്നോടൊപ്പം ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് നേരിടുന്നത്? അദ്ദേഹം പറഞ്ഞു, ആനയ്ക്ക് വേണ്ട ഭക്ഷണം, കടുവയ്ക്ക് വേണ്ട ഭക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും വനത്തിനകത്ത് കൃത്യമായി എത്തിക്കുകയും അവരുടെ സൗകര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മൃഗങ്ങൾ വെളിയിലോട്ടിറങ്ങാത്തത്. ആകെ അവിടെ പുറത്തിറങ്ങുന്ന മൃഗം എന്ന് പറയുന്നത് ഈ കാട്ടുപന്നിയാണ്. ആ കാട്ടുപന്നിയെ അന്നേരം വെടിവെക്കാനുള്ള ഉത്തരവ് തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു കാട്ടുപന്നിയെ കണ്ടാൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗം കൂടി റെസൊല്യൂഷൻ എടുക്കണം. അവിടുന്ന് അപ്പോൾ തന്നെ ഫോറസ്റ്റുകാരെ അറിയിക്കണം. ഫോറസ്റ്റുകാർ വരണം. അപ്പോഴത്തേക്ക് കാട്ടുപന്നി വന്നുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയിരിക്കും. കർണാടക ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമോ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമോ എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇവിടെ വനം മന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? കേരളത്തിന്റെ വനം മന്ത്രി AK ശശീന്ദ്രൻ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു കാര്യത്തിലും തീരുമാനമില്ല. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്ന ജാഥാ നായകനും മറ്റുള്ളവരും സംസാരിക്കാനുണ്ട്. മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകനെ രക്ഷിക്കാൻ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാനിവിടെ വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു രസകരമായ കാര്യമുണ്ട്. വയനാട്ടിൽ ഏറ്റവും നല്ല നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. ഗന്ധകശാല, ജീരകശാല തുടങ്ങിയിട്ടുള്ള ഏറ്റവും അപൂർവങ്ങളായ നെല്ലുകൾ വിളയിക്കുന്ന സ്ഥലമാണ്. വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കൂട്ടത്തോടെ മയിലുകൾ ഇറങ്ങി വരിക, എന്നിട്ട് കതിര് മാത്രം കൊണ്ടുപോകും. കച്ചി അവിടെ കിടക്കും. സ്വന്തം മക്കളെ പോറ്റി വളർത്തുന്നത് പോലെ നെല്ല് വിതച്ച് ഓരോ നിമിഷവും അതിനെ പരിചരിച്ച് വിളവെടുക്കാൻ ചെല്ലുന്ന കർഷകൻ കാണുന്നത് ഈ മയിലുകൾ കൂട്ടത്തോടെ ഇറങ്ങിയ കതിര് മാത്രം കൊണ്ടുപോവുകയാണ്. എങ്ങനെ കർഷകൻ മുന്നോട്ട് പോകും? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കാർഷിക വൃത്തി നടത്തുന്ന കർഷകൻ, ജപ്തി ഭീഷണി നേരിടുന്ന കർഷകൻ എങ്ങനെ മുന്നോട്ട് പോകും? അവരെ സംരക്ഷിക്കാൻ ഇവിടെ സർക്കാരിന് കഴിയുന്നില്ല. ഓരോ വൈകുന്നേരവും ആന വരുമെന്നുള്ള ഭീതിയോടുകൂടി കാത്തിരിക്കുന്ന പാവപ്പെട്ട കർഷകൻ, അവന് സംരക്ഷണം കൊടുക്കാൻ ഇവിടെ ആരുണ്ട്? കാട്ടുപോത്തിറങ്ങി ആളെ വെട്ടുന്നു. ഈ അഞ്ചലിനടുത്താണ് കാട്ടുപോത്തിറങ്ങി. നമ്മളൊക്കെ പോയതല്ലേ, ഞങ്ങളെല്ലാം പോയതാ. അഞ്ചൽ ആയൂരിൽ ഒരു കാട്ടുപോത്ത്, രാവിലെ വിദേശത്തു നിന്ന് വന്നൊരു മനുഷ്യൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നും അറിയാതെ വീട്ടിന്
വീട്ടിൽ നിന്ന് പത്രം വായിക്കുകയായിരുന്നു. ഒരു കാട്ടുപോത്ത് വന്ന അയാളെ വെട്ടിക്കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ നാട്ടിൽ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷമാണ്. ഒരു ഭാഗത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, റബ്ബറിന് വിലയില്ല. പത്തനാപുരത്തെ റബ്ബർ കർഷകരോട് ചോദിക്കുക, അവിടെ റബ്ബറിന് വിലയുണ്ടോ? റബ്ബറിന് വിലയില്ല. നാളികേരത്തിന് അല്പം വിലയുള്ളത്, അതും വീണ്ടും താഴോട്ട് പോകുന്നതാണ് അറിയുന്നത്. കുരുമുളകിന് വിലയില്ല. കാപ്പി ഒഴിച്ച് ഒരു നാണ്യവിളകൾക്കും വിലയില്ലാത്ത അവസ്ഥയാണ്. ഏലത്തിന് അല്പം വില ഇപ്പൊ കൂടി, കാരണം ഏലം കൃഷി ആരും ചെയ്യുന്നില്ല, എല്ലാം പറിച്ചു കളഞ്ഞു. കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കാൻ കഴിയാതെ, എടുത്ത കടം തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന കർഷകനെ ഇന്ന് ഈ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ നിസ്സഹായതയോടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണോ നമുക്ക് ആവശ്യം? ഗവൺമെന്റ് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ലേ? അതുപോലെ ഈ മരിച്ച വീട്ടിൽ, രാധയുടെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ മകന് കൊടുത്തിരിക്കുന്ന ജോലി താൽക്കാലിക വാച്ചർ പണിയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതാകും. അതാണോ വേണ്ടത്? താൽക്കാലിക ജോലിയാണോ? ഇവര് ഈ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ കാരണം മരിച്ചവർക്കെല്ലാം കൊടുത്തിട്ടുള്ളത് താൽക്കാലിക ജോലിയാണ്. ക്യാബിനറ്റ് വിചാരിച്ചാൽ വേണമെങ്കിൽ ഇവർക്ക് സ്ഥിരമായി ജോലി നൽകാൻ കഴിയും. ഒരാൾക്ക് സ്ഥിരമായി ജോലി നൽകിയിട്ടില്ല. പട്ടയം കിട്ടുന്നില്ല. റവന്യൂ മന്ത്രിയുടെ എല്ലാ ദിവസവും പ്രസ്താവനയുണ്ട്, പട്ടയം കൊടുക്കും. കാർഷിക മേഖലയിൽ പട്ടയമില്ല. ബഫർ സോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റവും ദുരിതപൂർണമായ ജീവിതമാണ് കർഷകർക്ക് സംഭാവന ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഈ പോരാട്ടം ഈ ഗവൺമെന്റിനെതിരായ പോരാട്ടമാണ്. കർഷകന്റെ ശബ്ദം, അവന്റെ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF നടത്തുന്ന പോരാട്ടമാണ്. കഴിഞ്ഞ 25-ന് തുടങ്ങി ഇന്ന് പത്തനാപുരത്ത് അലിമുക്ക് വരെ ഈ ജാഥയുമായി മുന്നോട്ട് പോയ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഏറ്റവും കാലികമായൊരു വിഷയം എടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റുന്ന, കർഷകന്റെ ജീവിതം തകർച്ചയിലേക്ക് എത്തിക്കുന്ന, ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്കിതിനെ നേരിടേണ്ടി വരും. 8.5 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾക്കൊരു ശാപമായി മാറിയിരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു ഭാഗം മാത്രമാണിത്. ഈ സർക്കാർ ജനവിരുദ്ധമായ സർക്കാരാണ്. ജനങ്ങളുടെ ജീവിതത്തെ പറ്റിയോ അവരുടെ പ്രയാസങ്ങളെ പറ്റിയോ ചിന്തിക്കാത്ത ഗവൺമെന്റാണ്. അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന, അഴിമതി മാത്രം നടത്തുന്ന ഈ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊല്ലം ജില്ലാ UDF കമ്മിറ്റി സംഘടിപ്പിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അറിയത്തില്ല ഇത്രയും കാലമാണ്.